അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പുതിയ പരീക്ഷണത്തിന് തയ്യാറായി പാകിസ്ഥാൻ. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ജമ്മു കാശ്മീരിൽ രഹസ്യമായി ജോലി നോക്കുന്ന തങ്ങളുടെ ഏജന്റുമാരോട് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ദേശീയ പാർട്ടികളിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിലൂടെ ഭീകരപ്രവർത്തനത്തിന് റിക്രൂട്ട്മെന്റ്, പണം, ആയുധ കൈമാറ്റം എന്നിവയ്ക്ക് വഴിയൊരുക്കാനാണ് ISI ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ജനാധിപത്യ ശൃംഖലയുടെ ഭാഗമായി തങ്ങളുടെ ഭീകര ശൃംഖല സജീവമാക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. വിവിധ ദേശീയ പാർട്ടികളുടെ പ്രാഥമിക അംഗത്വ കാർഡുകൾ പിടിച്ചെടുത്തിരുന്നു. ഇത് ISI ചാരന്മാർ ദേശീയ പാർട്ടികളെ തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണെന്ന് മനസ്സിലാക്കാനായി. ഇങ്ങനെ അംഗത്വമെടുക്കുമ്പോൾ പോലീസിൽ നിന്നും സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഭീകരർക്ക് സംരക്ഷണം ലഭിക്കുമെന്ന കണക്കുകൂട്ടലാകാം ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതാദ്യമായല്ല പാകിസ്ഥാൻ ഈ ബുദ്ധി ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത്. 1990കളിലും 2000ത്തിലും ഇതേ തന്ത്രം അവർ പയറ്റി നോക്കിയിരുന്നു. 2020 മാർച്ചിൽ റിയാസി ഗ്രാമവാസികൾ പിടികൂടിയ തലീബ് ഹുസൈൻ എന്ന ലഷ്കർ കമാൻഡർ സജീവ BJP പ്രവർത്തകനായിരുന്നു. ജമ്മുവിലെ മൈനോറിറ്റി മോർച്ചയുടെ സമൂഹ മാധ്യമ ചുമതലയും ഇയാൾ വഹിച്ചിരുന്നു. ഇയാളിൽ നിന്ന് 2 AK-47 തോക്കുകളും ഗ്രനേഡുകളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു.